വാമപ്പ് 9, ചെയ്യാതെ നമ്മൾ വർക്കൗട്ട് ചെയ്യാനേ പാടില്ല. 7, എന്തിനാണ് നമ്മൾ 8, വാമപ്പ് ചെയ്യുന്നത്? 9, വാമപ്പ് ചെയ്യേണ്ടത് 11. നമ്മുടെ ബോഡി നോർമലി ഒരു കൂൾ ഡൗൺ സ്റ്റേജിലായിരിക്കുള്ളൂ. ഒരു കമ്പിയെ നമ്മൾ ചൂടാക്കാതെ വളച്ചു കഴിഞ്ഞാൽ ആ കമ്പി ബ്രേക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മുടെ ശരീരവും അതുപോലെയാണ്. നമ്മുടെ ശരീരം നമ്മൾ ആദ്യം ഒന്ന് ചൂടാക്കിയിട്ട് വേണം നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ. നോർമലി നമ്മൾ ബോഡി വെയിറ്റ് യൂസ് ചെയ്ത് നമ്മൾ വർക്കൗട്ട് ചെയ്യും. അതുപോലെ നമ്മൾ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമായിരിക്കും. ഇപ്പോഴെല്ലാം നമ്മുടെ ബോഡിയിലെ മസിൽസ് ഓവറായിട്ട് സ്ട്രെച്ച് ആവുകയും പുൾ ആവുകയും ഒക്കെ ചെയ്യും. സോ നമ്മൾ വാമപ്പ് ചെയ്തില്ലെങ്കിൽ അതൊരു സ്റ്റിഫ് അല്ലെങ്കിൽ ഒരു റിജിഡ് സ്റ്റേറ്റിലായിരിക്കുള്ളൂ. അതിനെ നമ്മൾ ഓവറായിട്ട് പുൾ ചെയ്യുകയോ സ്ട്രെച്ച് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് പൊട്ടാനും ടയർ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ വാമപ്പ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ്. നമ്മൾ സിമ്പിൾ ആയിട്ട് എങ്ങനെ വാമപ്പ് ചെയ്യാമെന്ന് നോക്കാം. സോ വാമപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മുടെ എല്ലാ ജോയിന്റും നമ്മൾ റിലീസ് ചെയ്യാൻ പോകാം. സോ നമുക്ക് വേണമെങ്കിൽ നെക്ക് ജോയിന്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ കാലിലെ ആംഗിൾ ജോയിന്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിവിടെ ഇപ്പോൾ നെക്ക് ജോയിന്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ നെക്കിന് സ്ട്രൈറ്റ് അപ്പ് ഡൗൺ ചെയ്യാണ് ഒരു 10 ടൈംസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബോത്ത് സൈഡ്സ് ചെയ്യുക. നെക്ക് രണ്ട് സൈഡിലോട്ടും ബെൻഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെമി റൊട്ടേഷൻ ചെയ്യുക. സെമി റൊട്ടേഷനെ ചെയ്യാവൂ. നമ്മുടെ ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ കോഴ്സുകളെല്ലാം പറയുന്നത് നമ്മുടെ ജോയിന്റിന്റെ ഡയറക്ഷനിൽ മാത്രമേ നമ്മുടെ ജോയിന്റ് മൂവ് ചെയ്യാവൂ. സോ സപ്പോസ് നമ്മുടെ ഹെഡ് ഒരു റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ജോയിന്റ് അല്ല. ഒരുപാട് പേരിട്ട് ഫുള്ളായിട്ട് കറക്കും. നമ്മൾ അങ്ങനെ ഫുള്ളായിട്ട് ചുറ്റിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നെക്സ്റ്റ് ജോയിന്റ് നമ്മുടെ ഷോൾഡറിന്റെ ജോയിന്റ്. ഷോൾഡർ ജോയിന്റ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ജോയിന്റ് ആണ്. അത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. സോ അതുകൊണ്ട് നമ്മൾ ഷോൾഡർ റൊട്ടേഷൻ ചെയ്യണം. ഷോൾഡർ റൊട്ടേഷൻ. അതിനുശേഷം ഷോൾഡറിന് നമ്മൾ സ്ട്രൈറ്റ് അപ്പ് ഡൗൺ ഹാൻഡ് സ്ട്രെച്ച് ചെയ്യാണ്. നെക്സ്റ്റ് ജോയിന്റ് നമ്മുടെ എൽബോ ജോയിന്റ് ആണ്. അതുപോലെ എൽബോ ജോയിന്റ് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഫുള്ളായിട്ട് സ്ട്രെച്ച് ചെയ്ത് സോ അതിനുശേഷം ബ്രിസ്റ്റ് സ്ട്രൈറ്റ് അപ്പ് ഡൗൺ. നമുക്ക് അതിനുശേഷം വരുന്ന ജോയിന്റ് ആണ് ഹിപ്പ് ജോയിന്റ്. ഹിപ്പ് ജോയിന്റ് നമ്മൾ ലൈറ്റ് ആയിട്ടുള്ള ട്വിസ്റ്റ് കൊടുക്കുകയാണ്. സോ ട്വിസ്റ്റിന് ശേഷം രണ്ട് സൈഡ് സ്ട്രെച്ച് ചെയ്യണം. സൈഡ് സ്ട്രെച്ച് ചെയ്യാൻ ലെഗ് നല്ലപോലെ വൈഡ് ആയിട്ട് വെച്ചിട്ട് കൈ ഫുൾ ആയിട്ട് സ്ട്രെച്ച് ചെയ്തതിനു ശേഷം നല്ലപോലെ സൈഡിലോട്ട് സ്ട്രെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫോർവേഡ് ബെൻഡിങ് ചെയ്യണം. ഫോർവേഡ് ബെൻഡിങ് ചെയ്യാൻ കാല് നല്ലപോലെ അകത്തി വെച്ചിട്ട് മാക്സിമം ഫ്രണ്ടിൽ ടച്ച് ചെയ്യാൻ നോക്കുക. ജസ്റ്റ് ഫീറ്റ് ഒന്ന് ടച്ച് ചെയ്യുക. അതുപോലെ ബാക്കിലോട്ട് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷമുള്ള ജോയിന്റ് നമ്മുടെ നീ ജോയിന്റ് ഇതേപോലെ ജസ്റ്റ് ബെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്ട്രൈറ്റ് ആക്കുക. അതിനുശേഷമുള്ള ജോയിന്റ് ആണ് നമ്മുടെ ആംഗിൾ ജോയിന്റ് ഇതുപോലെ റിലീസ് ചെയ്യുക. സ്ട്രെച്ചിങ് ചെയ്യുമ്പോൾ എപ്പോഴും ഡൈനാമിക് സ്ട്രെച്ചിങ്ങും സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് ഉണ്ട്. ഒരു സ്റ്റാറ്റിക് സ്ട്രെച്ചസ് ആക്ച്വലി നിങ്ങൾ വാമപ്പ് ചെയ്ത ബോഡിയിൽ മാത്രമേ സ്റ്റാറ്റിക് സ്ട്രെച്ചസ് ചെയ്യാവൂ. എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മൾ പ്രഷർ കൊടുത്ത് നമ്മൾ അതിനെ സ്ട്രെച്ച് ചെയ്യണം. ഇപ്പോഴും നമ്മൾ ഡൈനാമിക് സ്ട്രെച്ചസ് ആണ് വാമപ്പിൽ ചെയ്യേണ്ടത്, സ്റ്റാറ്റിക് സ്ട്രെച്ചസ് അല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇമീഡിയറ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഹാർട്ട് റേറ്റ് ഭയങ്കരമായിട്ട് കൂടും. നമ്മളൊരു ലെവലിൽ പതുക്കെയാണ് ഹാർട്ട് റേറ്റ് എടുത്തിട്ട് പോകുന്നത്. സോ അതിന് വേണ്ടി നമ്മൾ ജസ്റ്റ് ഹൈനീസ് ചെയ്യാണ്. ജസ്റ്റ് നമ്മൾ ഹാർട്ട് റേറ്റ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ഹൈനീസ് ചെയ്യുന്നു. സോ അതിനുശേഷം നമ്മൾ ജസ്റ്റ് നിങ്ങളുടെ തന്നെ ജോഗിങ് ചെയ്ത് സോ ഇതാണ് ഒരു ബേസിക് വാമപ്പ് റൂട്ടീൻ. സോ ഇത്രയും ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കൗട്ട് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്.